അവൻ്റെ പിന്നാലെ ചെന്നു. അവൾ ഒരു കുസൃതിയോടെ പറഞ്ഞതും അവൻ്റെ ദേഷ്യ നിയന്ത്രണം തെറ്റി. ഒപ്പം അവളുടെ കരണത്ത് അവൻ്റെ കരങ്ങളിലെ 5 വിരലും ശക്തിയായി പതിഞ്ഞു. ഒരു നിമിഷം ജെനിയുടെ കരണം പുകയുന്ന സൗണ്ട് കേട്ടതും പിന്നിൽ നിന്ന് വന്ന പ്രണവ് 2 അടി പിന്നിലേക്ക് മാറി ബാഗ് കൊണ്ട് കരണം മറച്ചു നിന്നുപോയി. കാരണം അമ്മാതിരി അടിയായിരുന്നു അവൻ്റേത്. ആരെ കെട്ടിക്കാൻ പോയി തുലഞ്ഞതാണ് മോളെ നീ. വിളിച്ച എടുക്കാനില്ലെങ്കിൽ പിന്നെ നീ എന്തും വേണ്ടിയ ഫോൺ കൊണ്ട് നടക്കുന്നേ. വന്ന് വിളിക്കാൻ പറ്റിയില്ല, അതിന് അതിൻ്റെ റീസൺ ഉണ്ടായിരുന്നു. അതെന്തെന്ന് കേൾക്കാൻ കൂട്ടാക്കാതെ ഇത്രയും ദിവസം നീ എന്നെ അവോയ്ഡ് ചെയ്തു. എന്നിട്ടും ഞാൻ നിന്റെ വിഷമം കൊണ്ടല്ലേ എന്നോർത്ത് വിട്ടുകളഞ്ഞു. രാവിലെ തിരിച്ചവൾ ഇത്രയും നേരായിട്ടും എത്തിയിട്ടില്ല. അതും എത്തേണ്ട ടൈം കഴിഞ്ഞു. ഫോണും എടുക്കില്ല. പിന്നായപ്പോൾ സ്വിച്ച് ഓഫും. ഞാൻ എത്ര വേദനിച്ചെന്നറിയോ. നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പിടിച്ച് നിൽക്കുമ്പോഴോ അവളുടെ കോപ്പിലെ ഡയലോഗ്. എന്നാൽ ആ നിമിഷം പിന്നിൽ പ്രണവുണ്ടെന്നോ അത് ആളുകൾ യാത്ര ചെയ്തു പോകുന്ന റെയിൽവേ സ്റ്റേഷനാണെന്നോ ഓർക്കാതെ ജെനി അവനെ ഇറകെ കെട്ടിപ്പിടിച്ചു. സോറി, എനിക്കത് നല്ല വിഷമമായിരുന്നു. അതാ ഞാൻ അനുഭവിച്ചതുപോലെ നിങ്ങൾ അനുഭവിക്കട്ടെ എന്ന് കരുതി. അതിങ്ങനെ എൻ്റെ കാരണം പോയിക്കുന്നത് ഞാൻ അറിഞ്ഞു. അതിനവൻ ചിരിച്ചു. ഇനി എൻ്റെ മോള് ഇമാതിരി ഓരോന്ന് എൻ്റെ അടുത്ത് എടുക്കാൻ ആലോചിക്കുമ്പോൾ ഈ അടി ഓർമ്മയിൽ വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. അതിനവൾ മൂളി. ആ നിമിഷം പിന്നിൽ നിന്നും ഒരു സൗണ്ട് കേട്ടതും ജെനിയിൽ നിന്നും പിടഞ്ഞു മാറി. എനിക്കങ്ങോട്ട് വരാമോ? പ്രണവിനെ കണ്ടതും അലൻ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നീ ഉണ്ടായിരുന്നു അവൾക്കൊപ്പം, എന്നിട്ടെന്താ എന്നെ വിളിച്ച് പറയാതിരുന്നേ? അതിന് ഞാൻ വരുന്ന കാര്യം പോലും ചേച്ചി എന്നെ ട്രെയിനിൽ വെച്ച് അറിയുന്നത്. അലൻ അവളെ നോക്കുമ്പോൾ അവൾ നിന്ന് പരുങ്ങുന്നുണ്ട്. എന്ന് മുതൽ തുടങ്ങിയത്? പാർ ചേച്ചിയുടെ പേരും പറഞ്ഞ് ഇതാണ് എൻ്റെ പരിപാടി. അങ്ങനല്ല പ്രണവേ. ചേച്ചി ഇനി ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ട. എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു മിലി പറയുമ്പോൾ. എന്തായാലും ഇപ്പോൾ അത് ക്ലിയറായി. നീ ഇത് മിലിയോട് പറയാൻ നിൽക്കല്ലേ. പൊട്ടിപ്പെണ്ണ ചിലി പറയാതെ പറഞ്ഞു പോയാ. ഓഹോ, അവളാരോടും പറയില്ല, ഞാനും. പിന്നെ എന്നെ ഇനി പഴയ പോലെ അനിയനല്ലേ ഇട്ട് തട്ടിക്കളിക്കാന്ന് വിചാരിച്ചാ അപ്പോൾ നിങ്ങളെ കെട്ടാൻ നിൽക്കുന്ന അങ്ങേരില്ലേ, ആ ക്രിസ്റ്റി, അങ്ങനോട് പറയും. അങ്ങേര് നിങ്ങളുടെ വീട്ടിലും. പ്രണവേ, തൽക്കാലം ചേച്ചി വാ, നല്ല ക്ഷീണം. അതും പറഞ്ഞ് അവൻ അലൻ്റെ കാറിൽ കയറി. അവൾ അലനെ നോക്കി പറഞ്ഞു. അവൻ പറയുമോ? നീ പറഞ്ഞു കൊടുക്കുമോ? ഇല്ല, നിന്നെ ചൊടിപ്പിക്കാൻ പറയുന്നല്ല അവന്. ആണോ? ആടി, തൽക്കാലം ഇവിടെ നിന്ന് താളം ചവിട്ടാതെ വന്ന് വണ്ടി കയറാൻ നോക്ക്. രാത്രി റൂമിൽ തട്ടുന്ന സൗണ്ട് കേട്ട് കാശി എഴുന്നേൽക്കുമ്പോൾ അവനൊപ്പം കുഞ്ഞുടെ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന പാറു എഴുന്നേറ്റിരുന്നു. മുന്നിൽ നിൽക്കുന്ന ജെനിയെ കണ്ടതും പാറുവിൻ്റെ കണ്ണുകൾ വിടർന്നു. എന്നാൽ അവൾക്ക് പിന്നിൽ നിൽക്കുന്നതിനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സന്തോഷത്താൽ അവൾ അവനെ പോയി ഇറുകെ പുണർന്നു. അവനെ ഏറെ നേരം കെട്ടിപ്പിടിച്ച ശേഷം അവൾ അവനിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ട് ചോദിച്ചു, നിനക്ക് സുഖാണോ? എന്നെ കണ്ട് ചേച്ചിക്ക് എന്താ തോന്നുന്നേ? അത്രയും പറഞ്ഞ് അവളെ നോക്കി പറഞ്ഞു. ചേച്ചി ഹാപ്പിയല്ലേ? അതിനവൾ സന്തോഷത്തോടെ തലയാട്ടി. ചേച്ചി സന്തോഷതയായിരിക്കുമ്പോൾ അതിനും വലുതായി എനിക്കെന്ത് വേണം? അവരുടെ സ്നേഹം അതിന് ഇട കൊടുത്തുകൊണ്ട് കാശി പുറത്തേക്ക് പോകാനും പ്രണവ് അവനെ വിളിച്ചു. ഏട്ടൻ എവിടെ പോകുക? നിങ്ങൾക്ക് കുറച്ച് നാൾക്ക് ശേഷം കാണുമല്ലോ, അതാ. ഞാൻ വന്നിട്ട് ചേച്ചിയൊന്ന് കണ്ട് ഞെട്ടിക്കണം എന്ന് തോന്നി, അതാ ഞാൻ പോകുക. എനിക്ക് അപ്പുറത്തെ ചേച്ചി കടുത്ത് റൂം തന്നു. ബാഗ് അവിടെ വെച്ചിട്ടാ വന്നേ. തൽക്കാലം ഏട്ടൻ ചേച്ചിയും കിടന്നു. ഞാൻ 3 ഡേയ്സ് കാണും. അത് കഴിഞ്ഞ് കോളേജ് ടൂർ പോയവർ ഈ വഴി വരും. അവർക്കൊപ്പം തിരിച്ചു പോകണം. രണ്ടാൾ ഫുഡ് കഴിച്ചു? അതോ വയറ് നിറയെ കഴിച്ചു? അലനേട്ടനെ കൂട്ടിക്കൊണ്ട് വരാൻ വന്നത്. അതിനവൻ മൂളി. പാർവിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് തിരിഞ്ഞു പോകാനും അവൻ കാശിയെ നോക്കി പറഞ്ഞു. എനിക്ക് ഏട്ടനോട് കുറച്ച് കാര്യം പറയാനുണ്ട്. നാളെ ഏട്ടൻ ഫ്രീ ആകുമ്പോൾ പറയണം. എന്തായാലും യാത്ര കഴിഞ്ഞ് വന്നല്ലേ, കിടന്നു രണ്ടാളും. അത്രയും പറഞ്ഞ് റൂം കാശി ലോക്കാക്കുമ്പോൾ അവൾ കാശിയെ നോക്കി. അവളുടെ കണ്ണുകൾ അപ്പോഴും ഈറനായിരുന്നു. താനെന്താ വീണ്ടും കരയാനുള്ള പ്ലാനാണോ? ഇത് സന്തോഷം കൊണ്ടാണ്. ഒരിക്കലും എനിക്ക് കാണാൻ പറ്റില്ലെന്ന് കരുതിയതാ ഞാൻ എൻ്റെ പ്രണവിനെ. എന്നാ ഇപ്പോൾ കണ്ടില്ലേ? പിന്നെ അവനെ ഒരിക്കലും കാണാതിരിക്കേണ്ടി വരില്ല. അവനെ കാണാൻ തോന്നുമ്പോൾ എന്നോട് പറയാം. എവിടെ അവനായിരുന്നാലും അവിടെ കൊണ്ടുപോയി കാണിക്കും ഞാൻ. അത്രയും പറഞ്ഞ് അവൻ ബെഡിലേക്ക് കിടക്കുമ്പോൾ അവൾ കാശിയും കുഞ്ഞിനെയും നോക്കി അവിടെ തന്നെ കിടന്നു. അലൻ, നീ ഒന്ന് നിന്നേ. അലനെ കാശി വിളിക്കുമ്പോൾ കാർത്തി കയ്യിലിരുന്ന ഫയൽ അതിൽ നിന്നും നോട്ട് പിൻവലിച്ച് മുന്നിലേക്ക് നോക്കി. നീയും ജെനിയും തമ്മിൽ എന്താ? അത് കാശി. എനിക്ക് ന്യായീകരണങ്ങൾ വേണ്ട, വ്യക്തമായ മറുപടി അതാണ് വേണ്ടത്. കാശി അത് പറയുമ്പോൾ അവൻ കാർത്തിയെ നോക്കി. അവനിരുന്ന് ചിരിക്കുന്നുണ്ട്, ശബ്ദം പുറത്തു വരാതെ. എന്തൊന്നും പറയാനില്ല നിനക്ക്? പാറ പോലും ജെനി വരുന്നത് അറിയുന്നില്ല. അവൾക്ക് ഇങ്ങോട്ട് ജോലി ശരിയാവുന്നു.
റെയിൽവേ സ്റ്റേഷൻ പോയി കൂട്ടിക്കൊണ്ട് വരുന്നു. എന്തൊക്കെയോ ഇത് നിന്നോട് പറയായിരുന്നത് കാശി, പക്ഷെ ടൈം കിട്ടിയില്ലതാ. ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിയുടെ പ്രശ്നം, പാറുവിൻ്റെ ആക്സിഡൻറ്റ് എല്ലാം കൂടെ ആയപ്പോൾ പറ്റിയില്ല. സ്നേഹിക്കാം, പക്ഷേ അത് ആത്മാർത്ഥമായിരിക്കണം. എന്ത് പ്രശ്നം വന്നാലും അവളെ കൂടെ കൂട്ടാൻ തയ്യാറാവണം. അവൾ സ്റ്റെല്ലക്കുഞ്ഞിയുടെ ഏട്ടൻ്റെ മോള. സ്റ്റെല്ലക്കുഞ്ഞിയോട് ഇന്നും സ്നേഹിച്ച ആൾക്കൊപ്പം ഇറങ്ങി വന്നതിൽ പിണക്കം വെച്ച് നടക്കുന്ന ഫാമിലിയാ. അപ്പോൾ നിന്റെ കാര്യം അറിയാലോ എന്താവുമെന്ന്. അതുകൊണ്ട് എല്ലാം ആലോചിച്ച് വേണം. നീ എന്ത് തീരുമാനം എടുത്താലും കൂടെ ഉണ്ടാവും. കാശി അത് പറഞ്ഞു തീരുമ്പോൾ കാർത്തിരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, ഞാനും എന്തായാലും നേരായ രീതിയിൽ നടക്കില്ല. ഇത് ഒളിച്ചോട്ട മസ്റ്റാ. അനന്തനൊന്നും പറഞ്ഞില്ല. ഇതിൽ തീരുമാനം വേണ്ടത് ഞാനല്ല, എൻ്റെ മോനാ കാശി. അവൻ്റെ തീരുമാനമാണ് ഈ കുടുംബത്തിലെ ആദ്യത്തെയും അവസാനത്തെയും. പിന്നെ കാവ്യ, അവളുടെ മനസ്സിൽ എന്തെന്നും അറിയില്ലല്ലോ. കാവ്യയ്ക്ക് എന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ലെങ്കിൽ അവൻ തൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഒന്നുമില്ലെങ്കിലും അവനൊരു ഡോക്ടറല്ലേ, അവളെ പഠിപ്പിക്കുന്നയാൾ. ഡെയിലി കാണുന്ന ഇവൻ്റെ ഉള്ളിലെ മോളോട് ഇഷ്ടം അപ്പം മോൾക്കും കാണാതിരിക്കില്ല. ഡോക്ടർ അർണവിൻ്റെ അച്ഛൻ അത് പറഞ്ഞതും അയാൾ പറഞ്ഞു, എന്തായാലും കാശ് വന്നിട്ട് അവനോട് കൂടെ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാം. അനന്തന് ഈ ബന്ധം ഇഷ്ടമല്ലെന്നുണ്ടോ ഇനി? നോ, എനിക്ക് 100 വട്ടം സമ്മതം. അർണവിനെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചായില്ല ഞാൻ. ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള നല്ലൊരു സർജനല്ല ആള്. ഈ ബന്ധം നടന്ന അത് നല്ലതെന്ന് കരുതുന്നയാളാണ് ഞാൻ. എങ്കിൽ കാശിയോട് സംസാരിച്ചിട്ട് പറ, ഇവനധികം വൈകിപ്പിക്കേണ്ട. എന്നാൽ ഇതെല്ലാം കേട്ട് അങ്ങോട്ടേക്ക് വന്ന കാവ്യ തറഞ്ഞു നിന്നു. വിവാഹമോ? എനിക്കോ? ഇല്ല. കാവ്യയുടെ തുടർച്ചയുള്ള ഫോൺ കോൾ രഞ്ജി കണ്ടില്ലെന്ന് നടിച്ചു. ഈ സമയം അവൻ്റെ ഫോൺ കിടന്ന് റിങ് ചെയ്തിട്ട് പോലും എടുക്കാതിരിക്കുന്ന കണ്ട് രഞ്ജിയുടെ അമ്മ സ്നേഹ അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ രഞ്ജി, നിനക്ക് എന്താ വന്ന് ചെവിയും കേൾക്കാതായോ? ആ ഫോൺ എത്ര നേരം കൊണ്ട് ബെല്ലടിക്കുന്ന? ആരാന്നൊന്ന് എടുത്ത് എന്താന്ന് ചോദിക്കാൻ പാടില്ല നിനക്ക്? അതെടുത്ത് എന്താന്ന് ചോദിക്കാൻ മാത്രം അത്യാവശ്യം കോളല്ല അമ്മേ. അത്യാവശ്യമുള്ളതാണ് അല്ലയോ എന്ന് ആ കോൾ എടുത്താലല്ലേ അറിയാൻ പാടുള്ളൂ. ഇങ്ങനെ കിടന്ന് വിളിക്കണമെങ്കിൽ എന്തേലും അത്യാവശ്യം കാണും. വിളിക്കുന്നവർക്ക് നിനക്കിനി എടുക്കാൻ വയ്യെങ്കിൽ ഞാൻ എടുത്ത് സംസാരിക്കാം. അല്ലാതെ എനിക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ ചെവി തുളഞ്ഞു പോകുക. അത്രയും പറഞ്ഞ് രഞ്ജിക്ക് മുന്നിലിരുന്നു വീണ്ടും റിങ് ചെയ്യുന്ന ഫോൺ സ്നേഹ എടുക്കാൻ തുടങ്ങുമ്പോൾ രഞ്ജി പറഞ്ഞു, അമ്മ എടുക്കണ്ട, ഞാൻ തന്നെ എടുത്തോളാം. മര്യാദയ്ക്ക് എടുത്ത് എന്താണെന്ന് ചോദിച്ചു വെക്കും, ഇല്ലെങ്കിൽ ആ പണ്ടാരം പിടിച്ച ഫോൺ ഓഫാക്കിയെങ്കിലും വെക്കും. അത്രയും പറഞ്ഞ് അവർ പോകുമ്പോൾ അവൻ ദേഷ്യത്തിൽ ഫോൺ എടുത്തു. മറുപുറത്തുനിന്ന് കാവ്യയുടെ എങ്ങനെയോടുള്ള സൗണ്ട് കേട്ടതും അവൻ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്നെ ഈ കാര്യം പറഞ്ഞ് വിളിക്കരുതെന്ന്. എനിക്കപ്പോൾ പറഞ്ഞു തന്നെ ഇപ്പോഴും പറയാനുള്ളൂ, ഇത് നടക്കില്ല. ചേട്ടാ, വീട്ടിലെനിക്ക് ഡോക്ടർ അയാളുടെ പ്രപ്പോസ് വന്നു. ഇവിടെ എല്ലാവർക്കും താല്പര്യമാണ്. എനിക്ക് രഞ്ജേട്ടനല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാനാവില്ല. എനിക്ക് നിന്നെ ഒരിക്കലും എൻ്റെ ഭാര്യയായി കാണാനാവില്ല. അങ്ങനെയുള്ളപ്പോൾ ആ ബന്ധത്തിന് സമ്മതിക്കണം നിന്റെ നല്ലത്. കാരണം നല്ല പയ്യനാ, നിനക്ക് നന്നായി ചേരും. എനിക്ക് വേണ്ടെങ്കിലും എനിക്ക് രഞ്ജുവിനൊപ്പം ജീവിച്ചാൽ മതി. ഇപ്രാവശ്യം അവന് നല്ല ദേഷ്യം വന്നു. പറ്റില്ലെന്ന് പറഞ്ഞ് മനസ്സിലാവില്ല നിനക്ക്. കാണുന്ന ആൺപിള്ളേരുടെ ഇഷ്ടം എന്ന് പറയും പോലെയാണ് നിനക്ക് രഞ്ജി എന്ന് തോന്നിയെങ്കിൽ തെറ്റി. മേലിൽ ഇതും പറഞ്ഞ് എന്നെ വിളിച്ച പിന്നെ എൻ്റെ മറ്റൊരു മുഖമാവും കാണുക. രഞ്ജേട്ടനെ അപ്പം അങ്ങനെയാണ് മനസ്സിലാക്കിയത്. കാണുന്ന ആൺപിള്ളേരോട് ഇഷ്ടം പറഞ്ഞ് നടക്കുന്നൊരു പെണ്ണായിട്ട്. എന്തായാലും ഏട്ടൻ്റെ മനസ്സിൽ ഞാനെന്ന സങ്കല്പം അതെന്താന്ന് ഇപ്പോൾ മനസ്സിലായി. ഇനി ഒരിക്കലും ഏട്ടൻ്റെ ലൈഫിൽ ഇഷ്ടം പറഞ്ഞു വരെ ഈ കാവ്യം ഉണ്ടാവില്ല. ഏട്ടൻ സന്തോഷമായിട്ടിരിക്കണം എപ്പോഴും. അത്രയും പറഞ്ഞ് അവൾ ഫോൺ വെക്കുമ്പോൾ അവളിനി തന്നെ വിളിക്കാതെ ഇരിക്കാൻ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ബെഡിൽ കിടന്നു. ഈ സമയം കാവ്യ തൻ്റെ കയ്യിലെ വെയിൻ കട്ട് ചെയ്തു. ചോരത്തുള്ളികൾ നിലത്തേക്ക് ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു. ഒപ്പം മെല്ലെ മെല്ലെ അവളുടെ കണ്ണുകൾ അടഞ്ഞു. ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീണു. കുഞ്ഞി, പാറു അവൾ വിളിച്ചു. എന്നാൽ പെണ്ണ് രാവിലെ തൊട്ട് പ്രണവിൻ്റെ നെഞ്ചത്താണ്. അവൾക്ക് പറ്റിയ കൂട്ട്. അവളുടെ എല്ലാ വികൃതിയും അവൻ കൂട്ടു നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ പാർവിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. രാവിലെ തൊട്ട് ഫുഡുമായി അവളെ കഴിപ്പിക്കാൻ നടക്കുക പാർവതി. അവിടെ അവള് ആഹാരം കൊണ്ട് വരുന്നത് കാണുമ്പോൾ തന്നെ പ്രണവിൻ്റെ മാറിൽ ഒളിച്ചു കളിയാണ് പണി. പ്രണവ് അവൾക്കൊപ്പം തന്നെ കൈപിടിച്ച് മുന്നിലേക്ക് ഓടുന്നുമുണ്ട്. എൻ്റെ പ്രണവേ, ഒന്നാതെ പെണ്ണിന് ഫുഡ് കഴിക്കാൻ മടിയാ, അതുകൊണ്ട് അവളിങ്ങ് വിട്ടേ നീ. ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ കിടന്ന് കളിക്കാം. എനിക്ക് ബന്ധ. അങ്ങനെ പറഞ്ഞേ പറ്റില്ല. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇവനെ തിരിച്ച് നാട്ടിൽ പറഞ്ഞു വിടും. അയ്യോ. കുഞ്ഞിക്കാര്യങ്ങൾ വായി പൊത്തി കണ്ണു മിഴിക്കുമ്പോൾ
പാറുവിന് ഒരേ സമയം ചിരിയും അതുപോലെ വാത്സല്യവും തോന്നി. മര്യാദയ്ക്ക് നല്ല കുട്ടിയെ വന്ന് ഈ ഫുഡ് കഴിച്ചാൽ പ്രണവിനെ എങ്ങോട്ടും വിടില്ല, ഇല്ലെങ്കിൽ അവനെ ഞാൻ നാട്ടിൽ പറഞ്ഞു വിടും, കൂടെ ഞാനും പോകും. ഞാൻ കഴിക്കാം. അല്ലേലും അമ്മയുടെ കുഞ്ഞ് നല്ലതാ. അത്രയും പറഞ്ഞ് അവൾ കുഞ്ഞ് ഉരുകളാക്കി ഇടിയപ്പം ഗ്രീൻ പീസ് കറിയിൽ മുക്കി വായിലേക്ക് നീട്ടുമ്പോൾ അവൾ കുഞ്ഞ് വാ തുറന്ന് അത് കഴിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം പ്രണവിനെ നോക്കി ഓരോന്ന് പറയുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. പാറു അവരുടെ കളിച്ചിരിയിൽ ആസ്വദിച്ച് അവളെ ഊട്ടിക്കൊണ്ടിരുന്നു. ഈ സമയം രേണുക അവിടേക്ക് വന്നു. മോളെ പാറു, കാവ്യ ഇവരെ എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റ് ക്ലാസ്സിന് പോകേണ്ട ടൈം കഴിഞ്ഞു. ഞാൻ കുറേയേറെ തവണ വിളിച്ച് ഡോർ തുറക്കുന്നില്ല. മോളൊന്ന് വന്നേ. ഇങ്ങനെയുണ്ടോ പെൺപിള്ളേർക്ക് ഉറക്കം? പെട്ടെന്ന് പാറു തലേ ദിവസം ഓർത്തു. മാരേജ് കാര്യം അർണവും വീട്ടുകാരും അനന്തനെ വന്ന് കണ്ടു പറഞ്ഞിരുന്നു. അവർ പോയി കുറച്ചു കഴിഞ്ഞ് കാശി വരുമ്പോൾ ഈ കാര്യം അനന്തൻ പറഞ്ഞു. കാശിക്ക് എതിർപ്പൊന്നും തന്നെ ഇല്ലെന്ന് കേട്ടതും അവൾ പാറുവിൻ്റെ അടുത്ത് ഓടിയെത്തി. ആദ്യം ചുറ്റിപ്പിടിച്ച് കരയുന്നവളെ കണ്ടു. കാര്യം മനസ്സിലാവാതെ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി. കാര്യം തിരക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ഓരോന്നും പറയുന്നവളെ കണ്ട് ഹൃദയം പൊടിഞ്ഞു. ഇപ്പോൾ ആ വീട്ടിൽ അവളുടെ അവസ്ഥ മറ്റേറേക്കാളും പാർവതിക്കറിയാം. കാരണം കാവ്യ രഞ്ജിയെ സ്നേഹിക്കുന്ന പോലെ പാറു കാശിയെയും സ്നേഹിക്കുന്നുണ്ട്. ഇഷ്ടത്തി, എനിക്ക് രഞ്ജിയിട്ടില്ലാതെ പറ്റില്ല. ഇത്രയും നാൾ ഞാൻ ജീവിച്ചതുപോലും ഏട്ടനെ എനിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പിൽ മാത്രമാണ്. ഏട്ടത്തിക്ക് അറിയാമോ, അന്ന് രഞ്ജേട്ടൻ വാമി അവരെ കല്യാണം കഴിക്കുമ്പോൾ ജീവനൊടുക്കാൻ തന്നെ തീരുമാനിച്ചോളാം ഞാൻ. എന്നാ അന്ന് വാമി ചേച്ചി തൻ്റെ അച്ഛനെ മാറ്റി നിർത്തി പറയുന്നത് ഞാൻ കേട്ടതാ. രഞ്ജേട്ടൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് അവൻ്റെ ഭാര്യ ഇരിക്കാനല്ല, അതിലൂടെ കാശേട്ടിലെത്താനാണെന്ന്. അന്ന് അവരെ കൊല്ലാൻ തോന്നി. പക്ഷെ രഞ്ജേട്ടൻ അന്നെൻ്റെ കണ്ണിലെ പ്രണയം കാണാതെ അച്ഛനും മകളും അവരുടെ ചതിയുടെ സ്നേഹത്തിൻ്റെ വരയിൽ കുടുങ്ങിപ്പോയിരുന്നു. രഞ്ജേട്ടനെ സത്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചു. എന്ന് തെളിവ് അതൊന്നുമില്ലാതെ എന്ത് പറഞ്ഞാൽ ഏട്ടൻ വിശ്വസിക്കില്ലെന്ന് അറിയാമായിരുന്നു. എന്നാൽ എനിക്ക് മുന്നേ ദൈവം തന്നെ ഏട്ടനെല്ലാം കാട്ടിക്കൊടുത്തു. ശരിക്കും രഞ്ജേട്ടൻ ഡിവോഴ്സ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ ഇന്ന് സന്തോഷിച്ചതിനേക്കാൾ ദുഃഖിക്കുന്നുണ്ട് ഞാൻ. എൻ്റെ സ്നേഹം അതിനിതിൽ കൂടുതൽ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് അവസാന ശ്രമം പോലെ ഇന്നുകൂടെ ഞാൻ സംസാരിച്ചു നോക്കും. എന്നിട്ട് രഞ്ജേട്ടൻ എനിക്ക് നേരെ കണ്ണുകൾ അടയ്ക്കുകയാണെങ്കിൽ പിന്നെ രഞ്ജേട്ടനെ ശലിച്ചതും പിന്നാലെ നടക്കാൻ കാവ്യ ഭൂമിയിലുണ്ടാവില്ല. നോക്കാവ്യ, ആവശ്യമില്ലതൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ സ്നേഹം സത്യമാണെങ്കിൽ അവരെത്ര തന്നെ നമ്മളിൽ നിന്നും ദൂരെ ഓടിയും മറയാൻ നോക്കിയാലും നോക്കി ദൈവം അവരെ നമുക്ക് മുന്നിലെത്തിക്കും. അതുകൊണ്ട് വേറെ ഒരു ചിന്തയും തൽക്കാലം വേണ്ട. പ്രൊപ്പോസൽ വന്നല്ലേ ഉള്ളൂ, ഉറപ്പിച്ചില്ലല്ലോ. തൽക്കാലം നീ ആവശ്യമില്ലാത്ത ഒന്നും തന്നെ ചിന്തിക്കാൻ നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്ത് വേണമെന്ന് നേരെ വിളിച്ചിട്ട് തീരുമാനിക്കാം. പാറു വേഗം ചിന്തയിൽ നിന്ന് മുന്നിലേക്ക് വന്നു. അവൾ കുഞ്ഞിക്ക് കൊടുത്തിരുന്ന ഫുഡ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് കാവ്യ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടുമ്പോൾ അവൾക്ക് പിന്നെ തന്നെ രേണുകയും പ്രണവും കുഞ്ഞിയും ചെന്നു. പാറു ശക്തിയിൽ അവളുടെ പേര് വിളിച്ചു തട്ടി. എന്നിട്ടും തുറക്കില്ലെന്ന് കണ്ടതും പ്രണവിനെ നോക്കി.